നടനെ തട്ടിക്കൊണ്ടുപോയി 1 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ക്രൂരപീഡനം. സ്ത്രീ 2 സിനിമയിലൂടെ ശ്രദ്ധേയനായ ഹാസ്യതാരം മുഷ്താഖ് ഖാനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. ഒരു പരിപാടിക്കായി വിളിച്ചു വരുത്തിയാണ് തട്ടിക്കൊണ്ടുപോയത്. 1 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് താരത്തെ 12 മണിക്കൂറോളമാണ് ആക്രമിച്ചത്. സംഭവത്തിൽ താരം പോലീസിൽ പരാതി നൽകി. നവംബർ 20-നാണ് സംഭവം. മീററ്റിൽ ഒരു അവാർഡ് ഷോയിൽ പങ്കെടുക്കാനായാണ് താരത്തെ വിളിച്ചത്. രാഹുൽ സൈനി എന്നയാളാണ് മുഷ്താഖ് ഖാനെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്ന ചടങ്ങാണെന്നാണ് അറിയിച്ചത്. വിമാന ടിക്കറ്റും അഡ്വാൻസായി 50,000 രൂപയും നൽകി. ശേഷം ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി വാഹനത്തിൽ ഡൽഹി വിമാനത്താവളത്തിലെത്തി. വാഹനത്തിലിരിക്കാൻ പറഞ്ഞ ശേഷം അദ്ദേഹത്തെ പുറത്തിറക്കാതെ മീററ്റിലേക്ക് ഓടിച്ചു പോവുകയായിരുന്നു. അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയി 12 മണിക്കൂറോളം ബന്ദിയാക്കുകയും പണം ചോദിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. തടങ്കലിലാക്കി പീഡിപ്പിച്ച് 1 കോടി രൂപയാണ് മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടത്. മുഷ്താഖ് ഖാന്റെയും മകന്റെയും അക്കൗണ്ടിൽ നിന്ന് 2 ലക്ഷത്തിലധികം രൂപയും ഇവർ തട്ടിയെടുത്തു. തടങ്കലിൽ കഴിയുന്നതിനിടെ പുലർച്ചെ ബാങ്ക് കേട്ടപ്പോൾ അടുത്ത് പള്ളിയുണ്ടെന്ന് മനസ്സിലാക്കി അവിടേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തിയത്. അവിടെയുണ്ടായിരുന്ന ആളുകളുടെ സഹായത്തോടെ പിന്നീട് വീട്ടിലെത്തി. 1 മാസം മുമ്പ് നടന്ന സംഭവമാണെങ്കിലും കഴിഞ്ഞ ദിവസമാണ് പരാതി നൽകിയതും FIR രജിസ്റ്റർ ചെയ്തതും. സമാനമായ സംഭവം ഏതാനും ദിവസം മുമ്പ് ഹാസ്യതാരമായ സുനിൽ പാലും വെളിപ്പെടുത്തിയിരുന്നു. ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി വിളിച്ചു വരുത്തിയ ശേഷം അവിടെ എത്തിയപ്പോൾ അതൊരു തട്ടിക്കൊണ്ടുപോകൽ നാടകമായിരുന്നുവെന്ന് ബോധ്യപ്പെടുകയായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുഖംമൂടി ധരിച്ച് ചിലരെത്തി കണ്ണുകെട്ടിയ ശേഷം മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയി. 1.5 മണിക്കൂറോളം യാത്ര ചെയ്തെങ്കിലും തന്നെ ഉപദ്രവിച്ചില്ലെന്ന് സുനിൽ പാൽ പറഞ്ഞു. ഉപദ്രവിക്കണമെന്ന് ഉദ്ദേശമില്ലെന്നും പണം വേണമെന്നുമാണ് സംഘത്തിലുണ്ടായിരുന്നവർ പറഞ്ഞത്. ആദ്യം 20 ലക്ഷം ചോദിച്ചു. പിന്നീട് ഇത് 10 ലക്ഷമാക്കി. തന്റെ സുഹൃത്തുക്കളുടെ നമ്പറുകൾ വാങ്ങി. ഒടുവിൽ 7.5 ലക്ഷം കൊടുത്തപ്പോൾ വൈകുന്നേരം 6:30 തന്നെ മീററ്റിലെ ഹൈവേക്ക് സമീപം ഇറക്കി വിടുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മുഖം മറച്ചിരുന്നതിനാൽ ആരെയും തിരിച്ചറിയാൻ സാധിച്ചില്ല. 24 മണിക്കൂറിനുള്ളിൽ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. കടുത്ത സമ്മർദ്ദത്തിലായിരുന്നതിനാൽ ഒന്നും കൃത്യമായി ഓർക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് തന്റെ കണ്ണിലെ കെട്ടഴിച്ചിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സംഭവത്തിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് നേരത്തെ സമാനമായ അനുഭവം നേരിട്ട മറ്റൊരു നടൻ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്.